ഹലോ എനിക്ക് ഇങ്ങനെ ടോപ്പ് ചെയ്തൊരു പരിചയമില്ല. ഞാനിത് വീഡിയോ കുറേ ട്രയൽ നോക്കി, ഒന്നും ചെയ്യണ്ട, അതങ്ങനെ ഇരുന്നാൽ നമുക്ക് ഇല്ലാണ്ടാവുമ്പോഴല്ല നമ്മൾ അതിന് ഷോക്ക് അടിച്ച് തിരിച്ചു വരാം. വേറെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ എനിക്ക് കുറേ ഡിപ്രഷൻ അടിക്കും, കുറേ മൂഡ് സ്വിങ്സ് വരും. അങ്ങനെ ഗൈസ്, അപ്പോൾ എൻ്റെ പേര് അനു കേട്ടോ. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനത് യൂട്യൂബിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ സത്യത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു പിടുത്തില്ല. ഞാൻ എന്നിട്ട് കുറച്ച് പേരുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ നോക്കി, പക്ഷേ എനിക്കതുപോലൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ചിറ്റാറ്റ് പോലെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്ന് ഇലക്ഷൻ ഡേ അല്ലേ, അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടാവില്ലേ. അപ്പം ഞങ്ങളിവിടെ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ ചേച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനെല്ലാം എടുത്ത് വെച്ചേക്കാം. എന്തായാലും വെറുതെ ഇരുന്ന് ചിറ്റാറ്റ് ചെയ്യണേക്കാളും ബെറ്ററാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതാക്കുന്നത്. അപ്പം ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞു. കാരണം ഞാനിത് വീഡിയോ കുറേ ട്രയൽ നോക്കിയായിരുന്നു. അപ്പോൾ അതിലിട്ട് ഇനിയിപ്പോൾ ഇതിടേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്കിൻ കെയർ ബെസ്റ്റ് പറയാം കേട്ടോ. സ്കിൻ കെയർ ഒക്കെ ചെയ്യണം, നല്ലതാണ്. ചിലർ പറയും മുഖത്തൊന്നും ചെയ്യണ്ട. എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്ക് പറയാറുണ്ട് കേട്ടോ, മുഖത്ത് ഒന്നും ചെയ്യണ്ട, അതങ്ങനെ ഇരുന്നാൽ മതി, വേറെ സാധനങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറേ മാറും. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിൻ കെയർ ചെയ്യാൻ നോക്കുക. കാരണം ഞാനൊക്കെ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം, എനിക്ക് ഏണിങ്സ് വന്നതിന് ശേഷമാണ് ഞാൻ പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുവരെ ഒന്നും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ സ്കിന്നൊക്കെ ആ സമയത്തൊക്കെ നല്ല ടാൻഡ് സ്കിന്നായിരുന്നു. അപ്പോൾ ഇപ്പം അതൊക്കെ മാറി. അതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കാണുമ്പോൾ നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. റിസൾട്ട് ഇല്ലാണ്ടാവുമ്പോഴല്ല നമ്മളതിന് ഷോക്ക് അടിച്ച് തിരിച്ചു വരാം. അപ്പം അങ്ങനെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീഡിയോയിലേക്ക് വരാം. ഞാനിപ്പോൾ എന്താ പറയാൻ വന്നത്, യൂട്യൂബ് ജേർണീനെ കുറിച്ച് ഞാൻ പറയാം. യൂട്യൂബിലേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെട്ടുള്ളത്. അപ്പോൾ ഞാനൊരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു 5 വർഷമായിട്ട് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ജോലിയിൽ എനിക്ക് വലിയ പ്രഷറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്ക് സമയം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വന്നു എനിക്കൊരു 4 മണിക്കൂർ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും, കുറേ ഓവർ തിങ്ക് ചെയ്യും, കുറേ ഡിപ്രഷൻ അടിക്കും, കുറേ മൂഡ് സ്വിങ്സ് വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ ഷോർട്സ് റീൽസൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇൻസ്റ്റയിൽ ഇടുന്ന റീൽസ് ഇങ്ങനെ അത് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം പോകും. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ 2-3 മണിക്കൂറൊക്കെ ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ സമയം പോകുമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കത് ഇഷ്ടമായി തുടങ്ങി. പിന്നെ എനിക്ക് വീഡിയോസ് കവർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇൻസ്റ്റയിൽ അങ്ങനെ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും യൂട്യൂബ് ഞാൻ ആദ്യം കൊറോണ സമയത്തൊക്കെ നല്ല രീതിക്ക് വാച്ച് ചെയ്തിരുന്നതാണ് കേട്ടോ. അന്നൊന്നും പക്ഷേ എനിക്കങ്ങനെ യൂട്യൂബിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമൊന്നും വന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാനത് നേരെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊക്കെ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ആൾക്കാരിങ്ങനെ കമൻറ്റ് അടിക്കുമ്പോഴും ഒരാളാണെങ്കിൽ ഒരാൾ 2 സബ്സ്ക്രൈബേഴ്സും വിടുമ്പോഴും അങ്ങനെയൊക്കെ ഓൺ വോയിസിലൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഇതിനെ ആൾക്കാരത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, ആൾക്കാരുടെ കമൻറ്റ് എന്താ വരിക, അങ്ങനെയൊക്കെ പേടിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊന്നും ആവശ്യം സത്യത്തിലില്ല. നമ്മളങ്ങനെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തുടങ്ങാൻ പറ്റില്ല. ഒന്നിനും നമുക്കങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല. ബാക്കിയുള്ളവർ നമ്മൾ ചിന്തിക്കാതിരിക്കുക. കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് ഇത് ബാക്കിയുള്ളവർ ഇഗ്നോർ ചെയ്ത് വിടുക. നമ്മളെ ഫോക്കസ് ചെയ്യുക. ആൾക്കാർ കഴിഞ്ഞാലും നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാൻ നോക്കുക പരമാവധി. പിന്നെന്താണ്, അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഷോർട്സൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ അത് ഷോർട്സ് ആക്കി ഇട്ട് തുടങ്ങി. അപ്പോൾ അതിൽ ഇങ്ങനെ ഫോളോവേഴ്സ് അപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചത് ഇത് ഒരു കോണ്ടന്റ് ക്രിയേഷൻ രീതിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നത് തന്നെ കേട്ടോ. കാരണം ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓരോ ഇൻസ്പിറേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നാളെ ആർക്കെങ്കിലും ഇൻസ്പയർ ആവുകയാണെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ ആരുടെ അടുത്തും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയില്ല. കാരണം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പം ഞാനായാലും യൂട്യൂബിൽ ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റുകളുണ്ട്. അത് മാത്രമേ നമ്മൾ ഇഷ്ടപ്പെട്ട അവരെക്കുറിച്ച് അപ്ഡേഷൻ കിട്ടണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണാറുള്ളൂ.
അപ്പം ഞാനാരും നിർബന്ധിക്കുന്നൊന്നുമില്ല. എന്നെ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരെ അവർക്കൊക്കെ വന്നിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് ആരും നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നല്ലതൊക്കെ സ്കിപ്പ് അടിച്ച് വെക്കുള്ളൂ. അപ്പോൾ ഇതിനെന്നെ യൂസ് ചെയ്യണേ, കാരണം ഞാനൊരു ഇൻകം സോഴ്സായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ഹാപ്പിനെസ് യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ 20 ഫോളോവേഴ്സ് ആയാലും 21 ഫോളോവേഴ്സ് ആയാലും 100 ആയാലും 50 ആയാലും ഒന്നും എനിക്കൊരു വിഷയമില്ലാത്ത കാര്യം ഞാൻ ചെയ്യും. അതിപ്പോൾ ഞാൻ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ നോക്കിയിരിക്കണം ആളൊന്നുമല്ല. ഒരാൾ കൂടി കഴിഞ്ഞാൽ അത്രയായി. 20 പേരെന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാരായി ഞാൻ പോകും. അപ്പം എനിക്ക് അത്രയേ ഉള്ളൂ. അത്ര പേര് എന്നെ അറിയുന്നുണ്ട്. എന്നെ അറിയാത്ത ആൾക്കാർ, എന്നെ അറിയുന്ന ആൾക്കാർ ചുറ്റിനും ഒരുപാട് പേരുണ്ടെങ്കിലും എന്നെ അറിയാത്ത ആൾക്കാർ എന്നെ അറിയുമ്പോൾ അവരെന്നെ ഇഷ്ടപ്പെടുമ്പോഴുള്ള ഒരു ഫീലിങ്സൊക്കെ വേറെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് നോക്കാട്ടോ. അല്ല, ഇനി നമുക്ക് കുറച്ച് പറഞ്ഞു വിട്ടു. ഇനി നമുക്ക് കുറച്ച് മേക്കപ്പ് ചെയ്തിട്ട് നോക്കാം. അപ്പം ഞാൻ അതിനിടയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതുകൊണ്ട് വൈൻഡപ്പ് പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നുള്ള ആൾക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അവരുടെ ഇന്നത്തെ കാലത്ത് എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. 100 എന്തായാലും ഒരു 90 പേരെ എടുക്കുകയാണെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക, വേറെ ആരും നോക്കാതിരിക്കുക. ഇഷ്ടമുള്ളവർ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ പരമാവധി നോക്കാം. ആഴ്ചയിൽ 3 വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പരമാവധി നോക്കാം. എനിക്കറിയില്ല എത്രത്തോളം പറ്റുന്നുള്ളത്, ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ ഓക്കെ, ബൈ.